Hello friends, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മൈദ വേണം, സോൾട്ട് വേണം, മുളക് പൊടി, ബട്ടർ, ചിക്കൻ മസാല, ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, റൈസ് പൗഡർ, മഞ്ഞൾപ്പൊടി, വെജിറ്റബിൾ ഓയിൽ, വെള്ളം, കറിവേപ്പില. ഇത്ര ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കണം. ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല, ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, അരിപ്പൊടി. നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ വേണം, അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ സ്നാക്ക് നമുക്ക് കാണുമ്പം ഒരു ചീടയുടെ ഷേപ്പൊക്കെ വരുന്നുണ്ട്. ചീടയുടെ ഷേപ്പാണ് ഇതിന്, പക്ഷെ ചീടയല്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് വ്യത്യസ്തമാക്കാം. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇടാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുക്കാം. ബട്ടർ, ഉരുക്കിയ ബട്ടർ ആയിട്ട് ഇതൊരു 50 ഗ്രാം വരും. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു മുട്ട കൂടി വേണം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് മിക്സ് ആവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് ആവശ്യത്തിന് ഉണ്ടോ എന്ന്. ഇതിപ്പം നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത വെള്ളം ഏകദേശം 1/2 കപ്പോളം ആയിരുന്നു. പക്ഷെ 1/2 കപ്പ് എനിക്ക് ഉപയോഗിക്കേണ്ട വന്നില്ല. അത് നിങ്ങളുടെ ഇത് പാകത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്സിന് വ്യത്യാസം വരും. ഇതിപ്പം നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കും മസാലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതിപ്പം നമുക്കൊരു ഫോർക്ക് വേണം. ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ, ഇത് ചീടയുടെ ഒരു ഷേപ്പ് വരുന്ന ഒരു സ്നാക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചീടയുടെ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഷേപ്പ് ആക്കിയെടുക്കുന്നത്. അത് ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിപ്പം നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരുപാട് കനം കുറയ്ക്കരുത്. ഷേപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഏകദേശം ഈ ഒരു ഷേപ്പ് വരും. ഈ ഷെല്ലിൻ്റെ ഷേപ്പ് വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെറിയ ഉരുളാക്കുക. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ബോൾസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറം ഭാഗത്ത് വെച്ചുകൊണ്ട് അമർത്തുക. ഒരുപാട് അമർത്തി കൊടുക്കരുത്. എന്നിട്ട് മെല്ലെ ഇതിനെ ഒന്ന് റോൾ ചെയ്യുക. ഈ ഒരു ഷേപ്പ്, അതായത് ഏകദേശം നമ്മുടെ ഒരു ഷെല്ലിൻ്റെ ഷേപ്പ് വരുന്നത്. ഇതിപ്പോൾ നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന്.
ഇപ്പം നല്ല എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലാക്കി ഇടണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ചില്ലി പൗഡറൊക്കെ ഇടുന്നതുകൊണ്ട് ഇത് വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും നല്ലൊരു മണം വരുന്നുണ്ട് ഇതിന്. പിന്നെ കുറച്ച് എരിവുണ്ട്, കാരണം ഇത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. ഇതിന് എരിവ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വളരെ നല്ല സ്നാക്കാണിത്. ഇനിയിപ്പോൾ ഏകദേശം നമ്മളിത് 3/4 വേവായിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പം ഇതിൻ്റെ കൂട്ടി നമ്മൾ കുറച്ച് കറിവേപ്പില ഇടും. കറിവേപ്പില ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കറിവേപ്പിലയുടെ മണമൊക്കെ ഈ സ്നാക്കിലോട്ട് പിടിക്കും നന്നായിട്ടാണ്. പിന്നെ അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായി സ്നാക്കിന്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇപ്പോൾ ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണയായി മിക്സ്ചറിലൊക്കെ അല്ലേ കറിവേപ്പില ഇടുന്നത്, അല്ലെങ്കിൽ പക്കാവട അതിലൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കറിവേപ്പില ഇടുന്നത്. പക്ഷേ ഇപ്പം നല്ല കറിവേപ്പിലയുടെ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വറുത്ത് പോരാം. ഇപ്പം നമ്മുടെ മസാല ചീട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കസിൻ സാറക്കുട്ടിയെ വിളിക്കുന്നതാണ്. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.